എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എപ്പോഴും ഏത് സമയത്തും മഴക്കാലത്തായാലും തണുപ്പ് കാലത്തായാലും ചൂടുകാലത്തായാലും ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പക്കോട എന്നാണ് ഇവിടെ പറയുന്നത്. ബജി എന്നും പറയും ചില സ്ഥലങ്ങളിൽ. മൂങ് ദാളിൻ്റെ ഒരു ബജിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മൂങ് ദാൾ എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പിനെ നന്നായിട്ട് കഴുകി കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1.5 കപ്പിൻ്റെ അടുത്ത് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നമ്മുടെ പരിപ്പോടി ഉണ്ടാക്കണ പോലെ തന്നെ തരിതരിപ്പോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. കംപ്ലീറ്റ് ഇങ്ങനെ പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്. അപ്പോൾ ഇത് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തോടു കൂടി അരച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വല്ലാണ്ട് ലൂസായിട്ട് പോകും. അപ്പോൾ നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടുമെങ്കിലും കുറച്ച് ഒരുപാട് ലൂസല്ലാണ്ട് വന്നാൽ ഒരുപാട് ഡ്രൈ അല്ലാത്ത രീതിയിലും വേണം ഇതിനെ അരച്ചെടുക്കാനായിട്ട്. എങ്കിലാണ് മൂങ് ദാൾ എൻ്റെ ബജിയുടെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, പുറം ഭാഗം നല്ല ക്രിസ്പായിട്ട് ഇരിക്കാൻ വേണം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഒരു 2-2.5 മണിക്കൂറോളം കുതിർത്താൽ മതി. നോർമൽ പരിപ്പൊക്കെ കുതിർക്കണം അത്രയും കുതിർക്കേണ്ട ആവശ്യമില്ല, അതിൽ കുറവ് കുതിർത്താലും മതി. അതിനൊന്ന് കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് എരിവിന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുത്താലും മതി. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളകിനെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് എടുക്കരുത്, ഒന്ന് കുരുമുളകിനെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് ജീരകമാണ്. അതും ഞാനൊരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ജീരകം എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, കറിവേപ്പില. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടേ ഉള്ളൂ. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതിന് വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കി ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ മൂങ് ദാൾ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ അരിഞ്ഞും കുരുമുളക് ചതച്ചും തന്നെ ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഇതിനാദ്യം തന്നെ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തരിതരിപ്പായിട്ട് ഇതിനെ അരച്ചെടുക്കണം. ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് അടിക്കാണ്ടിരുന്നാൽ മതി. വെള്ളമില്ലെങ്കിൽ അതിങ്ങനെ ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞു പോവില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇതിനകത്ത് അധികം ഇങ്ങനെ വെള്ളം ഈ ഒരു രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ഇല, കറിവേപ്പില, ഇതൊക്കെ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക്, ജീരകം, കുരുമുളക്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒണിയൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാം, പക്ഷേ ഇവിടെ സാധാരണ ഇവർ ചേർക്കാറില്ല. ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒണിയൻ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. അതും നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ ഒറിജിനൽ കളറിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ ഒനിയൻ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഡബ്ബയിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഈ എന്താ പറയുക ബജി തയ്യാറാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാ ബജികളിലും ചേർക്കണ പോലെ മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒരേപോലെ ആയി പോവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഓരോ ബജികളും പല രീതികളിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയെ മാറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റായിട്ട് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. എല്ലാം ഓരോന്ന് കുറച്ച് ചെയ്ത് ടേസ്റ്റിൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയും എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലിലാണ് ഞാനിത് ചെയ്തെടുത്തേക്കണത്. ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്ത് കാണിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റിൻ്റെ അനുസരിച്ച് അതിനകത്ത് സാധനങ്ങൾ ആഡ് ചെയ്ത് മാറ്റം വരുത്താം. ഇനി നമുക്ക് സാധാരണ ബജികൾ ചെയ്യാറുള്ള പോലെ തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ, അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മൂങ് ദാൾ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരി എടുക്കാനായിട്ട്. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വച്ചിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ
മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കോരണേന് മുന്നായിട്ട് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയതാണ്. ഇതങ്ങനെ പെട്ടെന്ന് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട, മൂങ് ദാൽ പക്കോട എന്ന് പറയും, മൂങ് ദാൽ ബജി എന്ന് പറയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു മല്ലിയില പുതിനയിലയൊക്കെ ചേർത്തിട്ടുള്ള ബജികൾക്കൊപ്പം കഴിക്കാനുള്ള ചട്നി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് ആണ് ഇതിൻ്റെ കൂടെ ശരിക്കും നല്ല കോമ്പിനേഷനായിട്ട് പോവുക. ഇനിയും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടും ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.